ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാഡമി. ഇപ്പം ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ NIOS +2 കെമിസ്ട്രി സബ്ജക്റ്റിലെ 13ാമത്തെ ചാപ്റ്ററുമായിട്ടാണ്. ദാറ്റ് ഈസ് ദ ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരിൽ തന്നെയുണ്ട് അല്ലേ, കെമിസ്ട്രിയിലുള്ള ഇലക്ട്രിസിറ്റി. ആ കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ഓക്സിഡേഷൻ അല്ലെങ്കിൽ എന്താണ് റിഡക്ഷൻ എന്നാണ്. എന്താണ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രോസസ് വിച്ച് ഇലക്ട്രോൺ ആർ ലോസ് ബൈ ആൻ ആറ്റം ഓർ അയോൺ. ഒരു ആറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അയോണിൽ നിന്ന് ഇലക്ട്രോണുകളെ ലോസ് ആയി പോകുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ റിഡക്ഷൻ എന്തായിരിക്കും? ഒരു ആറ്റത്തിൽ നിന്ന് ഒരു അയോൺസിലേക്കോ ഇലക്ട്രോണുകൾ ആഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ നമ്മൾ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഏതൊരു ആറ്റത്തിലും ഏതൊരു അയോണിലും എന്താണ് ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് ഒരു റെഡ്യൂസിങ് ഏജന്റിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. അതുപോലെ തന്നെ റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നത് എപ്പോഴും ഒരു ഓക്സിഡൈസിങ് ഏജന്റിന്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും. ഇനി നമ്മൾ ഏതൊരു റിയാക്ഷൻ എഴുതുന്ന സമയത്തും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എഴുതുന്ന സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പം എന്താണ് ഓക്സിഡേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ നമ്പർ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ഓക്സിഡേഷൻ ഓഫ് എൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് വിച്ച് ഈസ് കാൽക്കുലേറ്റഡ് ബൈ എ സെറ്റ് ഓഫ് റൂൾസ്. അതായത് ഒരുപാട് റൂള് ബേസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന അതിനകത്തുള്ള ഒരു എലമെന്റിന്റെ ഓക്സിഡേഷന്റെ സ്റ്റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഫർ ചെയ്യുന്ന ആ ഒരു നമ്പറിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഈ ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരുപാട് റൂള് ബേസ് ചെയ്തിട്ടാണ്. അതായത് മെയിൻലി അത് ബേസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ദ ഇലക്ട്രോൺ ഇൻ എ കോവലന്റ് ബോണ്ടഡ് ബിലോങ് ടു ദ മോർ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്. അതായത് ഒരു കോവലന്റ് ബോണ്ടിൽ ഒരു ഇലക്ട്രോൺ എപ്പോഴും അതിലെ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എലമെന്റായിട്ടായിരിക്കും ബോണ്ടഡ് ആയിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവിടെ ആയിരിക്കും ആ ഇലക്ട്രോൺ ഉണ്ടായിരിക്കുക എന്നാണ് ആര് പറയുന്നത്? ഈ ഒരു കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ഓക്സിഡേഷൻ എലമെന്റൽ ഫോമിലുള്ള ഒരു എലമെന്റിന്റെ, അതായത് അതിന് യാതൊരു ചാർജുകളൊന്നും ഇല്ലാത്തൊരു എലമെന്റൽ ഫോമിലുള്ള ഒരു എലമെന്റ് ആണെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആയിരിക്കും. അതർവൈസ് അതിന്റെ അല്ലാത്ത സമയങ്ങളിൽ അതിന്റെ ഓക്സിഡേഷൻ നമ്പർ ഒന്നെങ്കിൽ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് റൂളുകൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ ഒരു എലമെന്റിന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? ഓക്സിഡേഷൻ നമ്പർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇലക്ട്രോ കെമിസ്ട്രിയിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾ പറഞ്ഞതാണ് അല്ലേ, ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിനകത്ത് നമ്മൾ അതിന് സൊല്യൂഷനകത്ത് ഡിസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി അതിൻ്റെ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനിലോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതുകൊണ്ടാണ്, അതായത് ഇങ്ങനെ അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവയെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നവർ നമ്മൾ ഇലക്ട്രോലൈറ്റുകൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത, അതായത് ഒരു അക്വസ് സൊല്യൂഷനിലോ ഒരു മോൾട്ടൺ സ്റ്റേറ്റിലോ ഇരിക്കുമ്പോൾ അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ അതിനെ നോൺ ഇലക്ട്രോലൈറ്റ് എന്നാണ് പറയുന്നത്. ഇനി ഓരോ ഇലക്ട്രോലൈറ്റിലും ഈ കറണ്ട് എന്ത് ചെയ്യുന്നത്? ക്യാരി ചെയ്യുന്നത് അതിനകത്തുള്ള അയോൺസുകളായിരിക്കും അല്ലേ. ഈ അയോൺസ് കറണ്ട് ക്യാരി ചെയ്യുന്നത് നമ്മൾ ഹോംസ് ലോനെ ബേസ് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. അതായത് ഇലക്ട്രിസിറ്റിയുടെ അതിനകത്ത് നടക്കുന്ന ഫ്ലോയും കാര്യങ്ങളൊക്കെ നമ്മൾ ഹോംസ് ലോനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഹോംസ് ലോയിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്നതാണ് നമ്മുടെ റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി ഒക്കെ. ഈ റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്ടൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റിയുടെ റെസിപ്രോക്കലാണ് നമ്മളെ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഒരു ഇലക്ട്രോലൈറ്റ് അതിൻ്റെ സൊല്യൂഷനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ സൊല്യൂഷനകത്ത് നമ്മൾ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ഡീകമ്പോസ് ചെയ്യുന്നത് ഇലക്ട്രോലൈസിസ് എന്ന പ്രോസസ്സിലൂടെയാണ്. അതായത് ഇലക്ട്രോലൈസിസ് നടന്നിട്ടാണ് അതിൻ്റെ ഡീകമ്പോസിഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇലക്ട്രോലൈസിസ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോലൈറ്റ് കമ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രോലൈറ്റ് അതിൻ്റെ അയോൺസ് അല്ലെങ്കിൽ അതിൻ്റെ സൊല്യൂഷനിൽ നമ്മൾ ഡീകമ്പോസ് ചെയ്യുന്നത് ഇലക്ട്രോലൈറ്റിക് സെല്ലിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ആ ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ നമ്മൾ ഒന്നെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഗാൽവാനിക് സെൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് എന്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്? കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നടക്കുന്ന മെയിൻ റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഓക്സിഡേഷനും റിഡക്ഷനും ആയിരിക്കും. ഓക്സിഡേഷൻ മെയിൻലി നടക്കുന്നത് ആനോഡിലായിരിക്കും, റിഡക്ഷൻ മെയിൻലി നടക്കുന്നത് കാഥോഡിലായിരിക്കും. അപ്പോൾ ഈ ഒരു കെമിക്കൽ സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോ ഗാൽവാനിക് സെല്ലിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഒരു ഫോമിലാണ്. അതായത് ആനോഡ്, ഇലക്ട്രോലൈറ്റ്, അതിൻ്റെ ഇടയിൽ സാൾട്ട് ബ്രിഡ്ജ് റെഫർ ചെയ്യും, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്, കാഥോഡ്. ഓക്കെ, ആനോഡ് ബാർ ഇലക്ട്രോലൈറ്റ്.
പിന്നെ ഒരു സാൾട്ട് ബ്രിഡ്ജ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 2 ലൈൻ വെച്ചിട്ടാണ്. പിന്നെ ഇലക്ട്രോലൈറ്റ്, പിന്നെ ബാർ കാഥോഡ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു ഇലക്ട്രോ കെമിക്കൽ സെൽ അല്ലെങ്കിൽ ഒരു ഗാൽവാനിക് സെല്ല് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ആനോഡിൽ, അതായത് ഒരു സർക്യൂട്ട്, ഇപ്പോൾ ഈ സർക്യൂട്ടിനകത്ത് കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്. അപ്പോൾ അവർക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എന്താണ്? ഇതിനകത്തുള്ള 2 ഇലക്ട്രോഡുകളില്ലേ, ആനോഡിലുണ്ട് കാഥോഡിലുണ്ട്. അപ്പോൾ ആ 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ അതിന്റെ പൊട്ടൻഷ്യൽ മെഷർ ചെയ്യുന്നത്, അതായത് ഏത് ആനോഡിലായാലും കാഥോഡിലായാലും അതിനകത്തുള്ള ഇലക്ട്രോഡുകൾക്ക് ഓരോ പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. ആ പൊട്ടൻഷ്യൽ നമ്മൾ മെഷർ ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ആ സ്റ്റാൻഡേർഡ് വാല്യൂവിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ വാല്യൂവിൽ നിന്ന്, അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോന്നിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഇനി ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിനെ ബേസ് ചെയ്തിട്ട് അവർ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഇലക്ട്രോഡിനെയും അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ വാല്യൂ ബേസ് ചെയ്തിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്കൊരു ഗാൽവാനിക് സെൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ കെമിക്കൽ സെല്ല് തന്നിട്ടുണ്ട്. അതിൻ്റെ EMF കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അതായത് ഈ ഇലക്ട്രോ പൊട്ടൻഷ്യൽ അറ്റ് കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് ആനോഡ് ആയിരിക്കും ആ ഒരു സെല്ലിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിന്റെ EMF എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നേൺസ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് ദ EMF ഓഫ് എ സെൽ ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT/NF ഇൻറ്റു ലോഗ് റിഡക്ഷൻ ബൈ ഓക്സിഡേഷൻ ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. EMF കണ്ടുപിടിക്കാനുള്ള നേൺസ്റ്റ് ഇക്വേഷൻ എന്താണ്? E0 മൈനസ് 2.303 RT/NF ഇൻറ്റു ലോഗ് റിഡക്ഷൻ ബൈ ഓക്സിഡേഷൻ ആയിരിക്കും. ഇവിടെ ഈ എന്താ പറയാ, നമ്മുടെ ഈ E0യും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഗിബ്സ് എനർജിയും തമ്മിലൊരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ട്. ആ റിലേഷൻഷിപ്പാണ് ΔG0 ഈസ് ഈക്വൽ ടു NF മൈനസ് ഓഫ് NF E0. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്, പല തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഗിബ്സ് എനർജിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് സെൽ EMFും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? ΔG0 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് NF E0. ഇവിടെ E0 എന്ന് പറയുന്നതാണ് എന്ത്? സ്റ്റാൻഡേർഡ് EMF ഓഫ് ദ സെൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാൻ, ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് പഠിക്കാനുള്ള മെയിൻ ടോപ്പിക്സുകൾ. ഇനി ഇതിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ മെയിൻലി ചോദിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്സിഡേഷൻ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു കോമ്പൗണ്ട് തന്നിട്ട് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതുപോലുള്ള ഓരോ കോമ്പൗണ്ടുകൾ തന്നിട്ട് അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി പറയാറുണ്ട്. അതുപോലെ തന്നെ 2 or 3 മാർക്കിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഹോംസ് ലോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്, കണ്ടക്ടിവിറ്റി എന്താണ്, മോളാർ കണ്ടക്ടിവിറ്റി എന്താണ്, റെസിസ്റ്റൻസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലേ. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതൊരു ചാപ്റ്ററിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിൻ ടോപ്പിക്സ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ടായിട്ട് വളരെ ബ്രീഫായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ സ്ക്രീൻ ഷെയർ ചെയ്ത ക്ലാസ്സുകൾ നമ്മുടെ നാഷണൽ അക്കാഡമിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നാഷണൽ അക്കാഡമിയിൽ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.